FCRA ബിൽ നിയുക്ത സമിതിക്ക് സഭ അയക്കുന്നു. അതുപോലെ തന്നെ ഒരു ബിഷപ്പ് പലരും ചോദിച്ച ഒരു സംശയമാണ് ഈ പുറത്തുനിന്ന് വരുന്ന ഫണ്ടുകൾ എന്താണ് ചെയ്യുന്നതെന്ന്. അതിന് ബിഷപ്പ് തോമസ് തറയിലിൻ്റെ ഒരു പ്രതികരണം, സിറോ മലബാർ സഭയുടെ കത്തോലിക്ക അതിരൂപതയുടെ ആർച്ച് ബിഷപ്പാണ്. അദ്ദേഹം പറയുന്നത്, ഞങ്ങൾ പണിതിട്ടുള്ള ഭവനങ്ങളും അതുപോലെ തന്നെ ഞങ്ങളുടെ സ്ഥാപനങ്ങളും ഒന്ന് സന്ദർശിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ സംശയം തീരും, ഫണ്ടൊക്കെ എങ്ങോട്ടാണ് പോകുന്നത് എന്ന്. ഈ ആദ്യം പറഞ്ഞ FCRAയുടെ ഈ ഒരു നിയുക്ത സമിതിക്ക് അയക്കുന്ന തീരുമാനവും ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു പ്രതികരണവും, സർ എങ്ങനെ ഇതിനോട് പ്രതികരിക്കുന്നത്? അവരെ കുറിച്ചിട്ട് ഇപ്പം എന്താ പറയുക, ഈ തെറ്റ് ചെയ്യുന്ന ഒരു വ്യക്തി, അത് മറ്റേ ഭീകരവാദി, അട്ടിമറി പ്രവർത്തനം നടത്തുന്ന ഭീകരവാദിയാണെങ്കിലും, ഒരു മോഷ്ടാവാണെങ്കിലും, വീടുകൾ കയറി മോഷ്ടിക്കുന്ന ആളാണെങ്കിലും, ബാങ്ക് കൊള്ളക്കാരനാണെങ്കിലും, അവർ പറയണ മറുപടി എന്താ? ഞങ്ങൾ നിരപരാധിയാണ്, ഞാനൊന്നും ചെയ്തിട്ടില്ല എന്നേ അവർ പറയുള്ളൂ. മനസ്സിലായില്ലേ? പിന്നെ ഈ കത്തനാരിമാർ പറയണ സത്യമെന്നാണ് വിചാരം. അവർ ശുദ്ധ ഭോഷ്കാണ്. അവർ പറയണ മുഴുവൻ ശുദ്ധം നുണയാണ്. ഇവർ പറയണ തോമസ്, സെൻറ്റ് തോമസ് എന്ന് പറഞ്ഞ് ഇവർ വിശ്വസിക്കണേ ക്രിസ്തുവിൻ്റെ അപ്പോസ്തലൻ. അയാൾ ഇന്ത്യയിലേക്കും വന്നിട്ടില്ല, കേരളത്തിലും വന്നിട്ടില്ല എന്ന്. അതറിയാമോ ആ കാര്യം? അതായത് ബെനഡിക്റ്റ് വടക്കേതിൽ എന്ന് പറഞ്ഞിട്ട് ഒരു കത്തനാരി ഇറ്റലിയിൽ പോയിട്ട് അവിടെ നിന്ന് എന്തോ ദൈവശാസ്ത്രമൊക്കെ പഠിച്ച് ഇവർക്കൊരു ഡോക്ടറേറ്റൊക്കെ വേണമല്ലോ, എന്നാലും ഇവിടെ നിന്ന് പറഞ്ഞാൽ ഹിസ് ഗ്രേസ്ഫുൾ മാർ സ്നാസ്നോസിയോസ് എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു PhD വേണം. അവിടെ PhD അല്ലാത്ത ഈ വരണ തെണ്ടികൾക്ക് മുഴുവൻ PhD കൊടുക്കും. അങ്ങനെ PhD കിട്ടാൻ വേണ്ടിയിട്ട് അയാൾ എഴുതിയ പുസ്തകമാണ് ഒറിജിൻ ഓഫ് ക്രിസ്ത്യാനിറ്റി ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിനകത്ത് അയാൾ എഴുതിയിട്ടുണ്ട്, അതായത് ഇന്ത്യയിൽ വന്നിട്ടൊന്നുമില്ല സെൻറ്റ് തോമസ്, ചരിത്രരേഖകളൊന്നുമില്ല, ആർക്കിയോളജിക്കൽ എവിഡൻസും ഒന്നുമില്ല. പിന്നെ ഒരു വിശ്വാസം അയാൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ എന്താ കേരളത്തിൽ സമകാലികമോ കേരള ആഗമനത്തിന് സമകാലികമോ അതിനടുത്തോ ആയ ഒരു തെളിവുമില്ല. തെളിവുകളുടെ അഭാവം പരിഹരിക്കാനായിട്ട് പ്രബലമായ ഐതിഹ്യം പ്രയോജനപ്പെടുത്തണം. ഇതൊരു മുൻകൂർ ജാമ്യമായിട്ടാണ് അയാൾ എടുത്തേക്കുന്നത്. ഇത് കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ നുണകളിൽ ഒന്നാണ് ഈ സെൻറ്റ് തോമസ് ഇവിടെ വന്നു എന്ന് പറയുന്നത്. ഇത് എഴുതിയേക്കണ ഞാൻ പറഞ്ഞതല്ല, ഇത് പ്രൊഫസർ MGS നാരായണൻ എഴുതിയേക്കുന്ന പുസ്തകമാണ്. കേരള ചരിത്രത്തിലെ 10 ഭയങ്കര തട്ടിപ്പുകളെന്ന് പറഞ്ഞിട്ട് അതൊന്ന് വായിക്കേണ്ടതാണ്. അപ്പോൾ സെൻറ്റ് തോമസ് ഇവിടെ വന്നിട്ടില്ല എന്ന് ഈ കത്തനാരി മാത്രമൊന്നും അല്ല പറഞ്ഞേക്കണം. ഇതിന് മുമ്പത്തെ ബെനഡിക്റ്റ് 16 എന്തോ ഒരുത്തനുണ്ടായിരുന്നല്ലോ, ജോസഫ് റാറ്റ്സിംഗർ, അയാൾ പറഞ്ഞിട്ടുണ്ട് കേരളത്തിൽ ഇന്ത്യയിലേക്കൊന്നും സെൻറ്റ് തോമസ് വന്നിട്ടില്ല എന്ന്. പിന്നെ ഇവർ എന്തെന്നാണ് സെൻറ്റ് തോമസിൻ്റെ പൈതൃകത്തെക്കുറിച്ചും അല്ലെങ്കിൽ ട്രഡീഷനെ കുറിച്ചും പറയണ ഒരു വിശുദ്ധമാണ്. പിന്നെ ഇന്ന് ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി ഈ ഇസ്ലാമിക് തീവ്രവാദവും ക്രൈസ്തവ തീവ്രവാദവുമാണ്. ഈ ക്രൈസ്തവ തീവ്രവാദത്തിന് പിന്നിൽ നടക്കുന്നതിൻ്റെ നേതാക്കന്മാരാണ് ഈ ബിഷപ്പുമാരും ആർച്ച് ബിഷപ്പുമാരും കർദിനാൾമാരും തൊട്ട് അങ്ങേയറ്റം കുഴിവെട്ടുകാർ വരെ, വികാരികളും പിന്നെ എന്താ പറയണ കപ്പ്യാരിമാരും ഒക്കെ. അവർക്കൊന്നും ഈ പറഞ്ഞ പോലെ സയൻറ്റിഫിക് ആയിട്ടുള്ള എവിഡൻസിലൊന്നും ബേസ് ചെയ്തിട്ടല്ല അവർ വർക്ക് ചെയ്യണം. അവർ പറയും ഞങ്ങൾക്ക് വിദേശത്തു നിന്ന് ഫണ്ട് വരുന്നുണ്ടെങ്കിൽ ഞങ്ങളത് 100% ഞങ്ങളത് ഈ സാമൂഹ്യ സേവനത്തിനും സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾക്കും ചാരിറ്റി വർക്കിനും വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ പിന്നെ അതിൻ്റെ എവിഡൻസ് കൊടുക്കണം എന്നല്ലേ പറയണേ? അതെന്താ അവർ കൊടുക്കാത്തത്? അപ്പൊ അതയാളാ പറഞ്ഞിട്ടില്ലല്ലോ അല്ലേ? കത്തനാര് പറഞ്ഞിട്ടുണ്ടോ? അയാൾ പറയൂല. അയാൾ ആരാ? കള്ളന് കഞ്ഞി വെച്ചവനാണ് അയാള്. എവിഡൻസ് കാണാനായിട്ട് നിങ്ങൾക്ക് അറിയണ്ടേ ഈ ഫണ്ടുകളൊക്കെ നമ്മൾ പള്ളിയിൽ ഞങ്ങൾക്ക് കാണണ്ടല്ലോ ഇതൊന്നും. അയാള് ഗവൺമെന്റിനെ അറിയിക്കേണ്ട ചുമതലയല്ലേ? ഇപ്പൊ ഇന്നലെ ഞാൻ ഒരു ചാനൽ ഡിസ്കഷൻ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനകത്ത് ചോദിക്കണ്ടേ, ഈ കൂടംകുളത്ത് ഇവർക്ക് അച്ഛന്മാർക്ക് എന്താ പണി? കൂടംകുളത്ത് നിന്ന് ന്യൂക്ലിയർ പവർ പ്ലാന്റിനെതിരായിട്ട് സമരം നടത്തിയവർ എന്തിനാണ് അവർ സമരം നടത്തുന്നത്? അവർ പറഞ്ഞു ഒന്നും നടക്കണം. അവസാനം അവർ നുണ പറഞ്ഞുണ്ടാക്കി. എന്തെന്നാ, കൂടംകുളത്ത് ആറ്റമിക് എനർജി അല്ല ഉൽപ്പാദിപ്പിക്കണേ, ഡീസൽ കൊണ്ടുവന്നിട്ട് അത് വെച്ചിട്ടാണ് ജനറേറ്റർ വർക്ക് ചെയ്യണമെന്ന്.
വിവരക്കേടിന് കൈയും കാലും വെച്ചാൽ അത് പള്ളിയിൽ അച്ഛന്മാരായിട്ട് മാറുന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. ഏത് ന്യൂക്ലിയർ പവർ റിയാക്ടർ ആണെങ്കിലും അതിന് ഒരു ഓൾട്ടർനേറ്റ് സിസ്റ്റം ഉണ്ടാവും. എല്ലാ സംവിധാനവും തകരാറിലായി കഴിഞ്ഞാൽ അവിടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കണം. അതിന് ഡീസൽ ജനറേറ്റർ ഉണ്ടാവും അവിടെ. ആ ഡീസൽ ജനറേറ്ററിന് വേണ്ട ഡീസലാണ് ഇവർ കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്തിരിക്കുന്നത് അവിടെ. എന്ന് വെച്ചാൽ ആ റിയാക്ടർ ദിവസവും ഡീസൽ ഇതുകൊണ്ടല്ല പ്രവർത്തിക്കുന്നത്, പള്ളിയിൽ നിന്ന് പറഞ്ഞുണ്ടാക്കി കൊടുത്തതാണ്. അപ്പം നുണ പറയുമ്പോൾ ഇത് ആൾക്കാർ വിശ്വസിക്കും. ഈ കുടംകുളം ന്യൂക്ലിയർ പവർ പ്ലാന്റ് ഡീസൽ ജനറേറ്റർ ഉപയോഗിച്ചാണ്ടാണ് പ്രവർത്തിപ്പിക്കണതെന്ന് ഇവർ പറഞ്ഞുണ്ടാക്കി. യഥാർത്ഥത്തിൽ ഒരു ന്യൂക്ലിയർ ജനറേറ്റർ സ്ഥാപിക്കുമ്പോൾ അതിനൊരു സ്റ്റാൻഡ് ബൈ അറേഞ്ച്മെൻറ്റ് വേണം. എപ്പോഴെങ്കിലും പവർ ഫെയിലിയർ ആവുക, അതല്ലെങ്കിൽ റിയാക്ടർ പ്രവർത്തനക്ഷമം അല്ലാതാവുക, ആ സമയത്ത് മറ്റ് സിസ്റ്റങ്ങൾ പ്രവർത്തിപ്പിക്കാൻ വേണ്ടിയിട്ട്, പവർ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, മറ്റ് സിസ്റ്റങ്ങൾ പ്രവർത്തിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു അറേഞ്ച്മെൻറ്റ് വേണം. അതിന് വേണ്ടിയിട്ടാണ് ഡീസൽ ജനറേറ്റർ കൊണ്ടുവരുന്നത്. ലോകത്തുള്ള എല്ലാ റിയാക്ടറുകളിലും, ന്യൂക്ലിയർ റിയാക്ടറുകളിലും ഈ ഒരു സംവിധാനം നിലവിലുണ്ട്. അപ്പം അതിൻ്റെ പുറത്താണ് അവരത് വെച്ചത്. ഇപ്പോൾ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾക്ക് വൈദ്യുതി ക്ഷാമം നേരിടാത്തതിൻ്റെ പ്രധാന കാരണം കൂടംകുളത്തുള്ള 2 ന്യൂക്ലിയർ റിയാക്ടർ പവറുകാരനാണ്. അവർ കേരളത്തിനും തമിഴ്നാടിനും കേരളത്തിനും ആന്ധ്രാപ്രദേശിനും പോണ്ടിച്ചേരിക്കൊക്കെ പവർ ഉൽപ്പാദിപ്പിച്ച് കുറേ പവർ കൊടുക്കുന്നത് ഈ കൂടംകുളത്തെ ന്യൂക്ലിയർ പവർ പ്ലാന്റിൽ നിന്ന് കിട്ടുന്ന വൈദ്യുതി ഉപയോഗിച്ചിട്ടാണ്. അത് പോട്ടെ, ഇവർ ചെയ്യുന്നത് എന്തൊക്കെയാണ്? ഇവർ പറയണം ഇവർക്ക് എന്തുകൊണ്ട് ഈ നിയമം, ഈ വിദേശ വരുന്ന തുക, അതിനെ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ കേന്ദ്ര ഗവൺമെൻറ് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ആ പൈസ എത്ര രൂപ കിട്ടി, അത് ഏതൊക്കെ രീതിയിൽ ചെലവഴിച്ചു, ഇത്രയും കണക്കുകൾ പറയാനായിട്ട് ഇവർക്ക് എന്താ വൈമുഖ്യം? അപ്പം അതിനകത്ത് കള്ളത്തരമല്ലേ അവരുടെ? അവരുപയോഗിക്കണ 100 രൂപ അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ 80 രൂപയും മതപരിവർത്തനത്തിന്, അല്ലെങ്കിൽ 50 രൂപ മതപരിവർത്തനത്തിന്, ബാക്കി 40-30 രൂപ പിന്നെ ഈ തീവ്രവാദികൾക്ക് കൊടുക്കാനും, ബാക്കി 20 രൂപ പള്ളിയിലെ അച്ഛന്മാർക്ക് കള്ളു കുടിക്കാനായിട്ടാണ്. അവർ ജീവിക്കണ കണ്ടിട്ടുണ്ടോ? എന്തൊരു ലക്ഷറി ആയിട്ടാണ് ജീവിക്കണത്. ദൈവദാസന്മാരാണത്രേ. അവർ യാത്ര ചെയ്യണ മുഴുവൻ ലോകത്തിലെ ഏറ്റവും വില പിടിച്ച കാറുകളിലാണ് യാത്ര ചെയ്യണത്. ഞാൻ കണ്ടിട്ടുണ്ട്. ഞങ്ങളുടെ നാട്ടിലേക്ക് പെരുമ്പാവൂരിലൊക്കെ ഈ ഒരു പള്ളിയിൽ അച്ഛൻ താടിയും വെച്ച് മറ്റേ ഉടുപ്പിട്ടുകൊണ്ട് നടക്കണില്ലേ, കുരിശും വടി അംശവടിയും പിടിച്ചുകൊണ്ട്, അവനൊക്കെ യാത്ര ചെയ്യണ അസാമാന്യ വില പിടിച്ച കാറിനകത്താണ്. ഈ കാറുകൾ മേടിക്കാൻ എവിടുന്നാ കാശ് കിട്ടണേ? പിന്നെ ഈ കുർബാന ചൊല്ലും, പിന്നെ എന്തെന്നാ പറയണ, കുമ്പസാരിപ്പിക്കുക വെച്ചൊക്കെ അവരൊക്കെ പൈസ കൊടുക്കുക. കാരണം പെണ്ണുങ്ങൾക്കും ആണുങ്ങൾക്കും പലരുടെ രഹസ്യം, അവർക്ക് ദൗർബല്യം കാരണം പലതും ചെയ്തു പോകും. അപ്പോൾ അച്ചോ ഞാൻ അങ്ങനെ ചെയ്തു, അച്ചോ ഞാൻ ഇങ്ങനെ ചെയ്തു, അച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് 1000 രൂപ കൊടുക്കും, 10,000 രൂപ കൊടുക്കും. അതൊക്കെ അച്ഛൻ്റെ പോക്കറ്റിൽ പോകും, പള്ളിയിലോട്ട് പോവില്ല. പിന്നെ എന്തുകൊണ്ടാണ് ഇവർ ഈ കണക്കുകൾ കേന്ദ്ര ഗവൺമെൻറ്റിനെ ഏൽപ്പിക്കാത്തത്, അറിയിക്കാത്തത്? അങ്ങനെയുള്ളവർക്ക് മാത്രമാണ് നിയമപ്രശ്നം ഉണ്ടാവുക. ഇതിപ്പോൾ സംയുക്ത പാർലമെൻ്ററി സമിതിക്ക് വിട്ടത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കഴിവുകേട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ബില്ലാണ്. ഈ ബില്ല് പാസ്സാക്കണമെങ്കിൽ ഇത് ഭരണഘടനാ ഭേദഗതിയൊന്നുമല്ല. മനസ്സിലായില്ലേ? ലോക്സഭയിലും രാജ്യസഭയിലും ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ, കേവല ഭൂരിപക്ഷമുള്ള ഏത് ഗവൺമെൻറ്റിലും ഇത് പാസ്സാക്കാനുള്ള സംവിധാനമുണ്ട്. ഇവർ എന്നിട്ട് പ്രതിപക്ഷത്തിനെ കൂട്ടുപിടിക്കാൻ നോക്കി നടക്കുകയാണ്. DMK സമ്മതിക്കുമോ? DMKയുടെ വക്കീലൊരു വിൽസൺ എന്ന് പറഞ്ഞൊരു ക്രിസ്ത്യൻ ഫണ്ടമെൻ്റലിസ്റ്റ് ഉണ്ട്. അയാളും കുറേ കത്തനാരന്മാരും കൂടി ചേർന്ന് പ്രധാനമന്ത്രിനെയോ ആഭ്യന്തരമന്ത്രിയൊക്കെ കണ്ട് പറഞ്ഞു ഇതൊന്നും നടപ്പിലാക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. ശരി എന്ന് പറഞ്ഞു. പിന്നെ നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി ശരത് പവാറിൻ്റെ, അയാളാണെങ്കിൽ അയാളെ വിശേഷിപ്പിക്കാൻ പറ്റിയൊരു പേര് കള്ളന് കഞ്ഞി വെച്ചവെന്നാണ് പറയുന്നത് ശരത് പവാറിന്. അയാളുടെ മുഖം ഇരിക്കണ കണ്ടിട്ടില്ലേ? 1993 ബോംബെ സീരിയൽ സ്ഫോടനത്തിന് അയാൾ പല കാര്യങ്ങളും അയാളുടെ വഴി ഇൻവോൾവ് ആണ്. 100-400 പേര് മരിച്ചു വരുന്നു. അയാളുടെ മുഖം ഇരിക്കണ കണ്ടിട്ടില്ലേ? ദൈവം അപ്പപ്പോൾ കൊടുക്കണതാണത്. അയാളെ കണ്ട ഭീതിജനക. എന്നിട്ട് അയാൾക്ക് പത്മവിഭൂഷൺ കൊടുത്തു. എന്താവശ്യം ഇയാളെയൊക്കെ പത്മവിഭൂഷൺ കൊടുത്ത് സൂചിപ്പിച്ചിട്ട്? ഇവർ ചെയ്യുന്നത്, ഇവർക്ക് ശരിക്കും പറഞ്ഞാൽ ബില്ല് അവതരിപ്പിച്ച് പാസ്സാക്കുക എന്നുള്ളൂ. പ്രതിപക്ഷം വാക്കൗട്ട് നടത്തുക, അല്ലെ പ്രതിപക്ഷം ഈവൻ അതർവൈസ് പ്രതിപക്ഷം ചെയ്യുന്നു. ഹൂ ഈസ് ബോതേർഡ് അബൌട്ട് പ്രതിപക്ഷം? ഒരു മുതുവട്ടനും ബാക്കി കുറേ അരവട്ടന്മാരുമാണ് പ്രതിപക്ഷത്തിരിക്കുന്നവർ. അവർ സഹായിക്കുക, അവരെ സഹായിക്കില്ല. അവരുടെ ആവശ്യം എന്താ? അവരുടെ ആവശ്യം ഗവൺമെൻറ്റിനെ താഴെ ഇറക്കുക എന്നുള്ളതാണ്.
ഈ ബില്ല് സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിട്ട് അത്രയും കാലതാമസം നേരിടും. ഇത് അത്യാവശ്യമായിട്ട് പാസ്സാക്കേണ്ട ബില്ലാണ്. അത് പാസ്സാക്കാതെ എത്രമാത്രം ഡിലേ വരണോ നമ്മുടെ രാജ്യം അത്രമാത്രം ദുർബലമാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ എത്ര വേഗത്തോടു കൂടിയാണ് നമ്മളുടെ സായുധ സേനകളെ സായുധരാക്കി നിർത്തുന്ന, ആയുധം പ്രൊവൈഡ് ചെയ്യുന്നത്. അതേപോലെ ഈ നിയമം പാസ്സാക്കേണ്ടത് അത്യാവശ്യമാണ്. വിത്ത് റിട്രോസ്പെക്റ്റീവ് ഇഫക്റ്റ് എങ്കിൽ അതെങ്കിൽ എന്തിനാ ഇവർ പേടിക്കാൻ പോണേ? മിസോറാം മുഖ്യമന്ത്രി അമേരിക്ക പോയി പറഞ്ഞെന്ന് ഞങ്ങളൊരു സെപ്പറേറ്റ് ക്രിസ്ത്യൻ റിപ്പബ്ലിക്കാണ്, ഞങ്ങളെ ഇന്ത്യ ഗവൺമെൻറ് 3-4 സംസ്ഥാനങ്ങളായിട്ട് മാറ്റി നിർത്തിയൊക്കെ ഞങ്ങൾ ഒന്നായി ഒരു ക്രിസ്ത്യൻ റിപ്പബ്ലിക്കായിട്ട് ഇവിടെ നോർത്ത് ഈസ്റ്റിൽ വരേണ്ടതാണ് എന്നാണ് അയാൾ പറഞ്ഞത്. ഈ പള്ളിയിൽ അച്ഛന്മാർ എനിക്കിത് ഇതേ പറയാം. നമുക്കിപ്പോൾ വ്യക്തമായിട്ട് തെളിവുകളുണ്ടെങ്കിൽ അവർ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, സിംപ്ലിസിറ്റി. പള്ളി ഇത്രയും വലിയ വച്ച് കെട്ടി പണിയണേൻ്റെ വല്ല ആവശ്യമുണ്ടോ? കോടികൾ മുടക്കി ഇവിടെ ദേവാലയങ്ങൾ സ്ഥാപിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? അവിടെ പോയി പ്രാർത്ഥിക്കണം എന്നേ ഉള്ളൂ. ജനങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അവർ പൈസ കൊടുക്കും, അങ്ങനെ പണിയാമെന്ന് മാത്രമേ ഉള്ളൂ. ഈ ശബരിമലയിലും അതുപോലെയുള്ള വലിയ വലിയ അമ്പലങ്ങളിലൊക്കെ ജനങ്ങളുടെ പൈസ വെച്ചിട്ടാണല്ലോ ദേവസ്വം ബോർഡ് എടുത്ത് കളിക്കണം മുഴുവനും. വിദേശത്തുനിന്ന് ഫണ്ട് വല്ലതും കിട്ടുന്നുണ്ടോ? വളരെ ചുരുക്കം വല്ല വഴിപാടോ അങ്ങനെ എന്തെങ്കിലും പൂജ എന്തെങ്കിലും. വിദേശത്ത് നിന്നുള്ള ഫണ്ട് വെച്ചിട്ട് ഇത്ര വലിയ ആരാധനാലയങ്ങൾ എന്തിനാണ് കെട്ടിപ്പൊക്കുന്നത്? അതെ. പിന്നെ ഒന്ന് സെമിനാരി കെട്ടിപ്പൊക്കുന്നുണ്ട്, കന്യാസ്ത്രീ മഠങ്ങൾ കെട്ടിപ്പൊക്കുന്നുണ്ട്. അത് രണ്ടും പള്ളിയിലെ അച്ഛന്മാർക്ക് വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഈ കന്യാസ്ത്രീകളും പള്ളിയിലെ അച്ഛന്മാരും ചേർന്ന് നടത്തുന്ന ബന്ധത്തിലുണ്ടാവുന്ന കൊച്ചുങ്ങളെ പാർപ്പിക്കാൻ ഒരു അനാഥാലയവും പണിയെടുത്ത് തന്നെ. ഇത്തരത്തിലുള്ള പ്രസ്താവനകളൊക്കെ അവര് കേട്ട് കഴിഞ്ഞാൽ എത്തരത്തിലാണ് എടുക്കുന്നത് എനിക്കറിയില്ല. ഞാനുള്ള കാര്യം പറഞ്ഞു. ഇത് ആരാ പറയാത്തത്? ഇത് ആരാ പറയാത്തത്? ഇത് എല്ലാവർക്കും അറിയാം, പക്ഷെ ഇവരെ പേടിയാണ് എല്ലാവർക്കും. പലർക്കും അയാൾ താടിയൊക്കെ വെച്ചിട്ട് മന്ത്രവടിയും പിടിച്ചുകൊണ്ട് നടക്കുമ്പോൾ പേടിയാണ്. കാരണം മന്ത്രവടി കൊണ്ട് നമ്മളെന്തായാലും ഉപദ്രവിച്ചാൽ നമ്മൾ ചത്തുപോകുമെന്നുള്ള പേടി കാരണമായിരിക്കും ആൾക്കാർ പറയാത്തത്. യഥാർത്ഥത്തിൽ ഇവർ ചെയ്യണത് എന്താ? ഇവർ രാജ്യദ്രോഹം. ഞാനൊരു കാര്യം പറയട്ടെ, ഇവർ കോളേജുകൾ നടത്തുന്നു, സ്കൂളുകൾ നടത്തുന്നു, ആശുപത്രികൾ നടത്തുന്നു, ചാരിറ്റി എന്ന് പറഞ്ഞിട്ടാണ് നടത്തുന്നത്. ഒരു ക്രൈസ്തവ പള്ളി ആശുപത്രി മാനേജ്മെൻറ്റിൽ പള്ളി ആശുപത്രിയിൽ പോയിട്ട് നമുക്ക് എന്ത് സഹായം കിട്ടുന്നുണ്ട്? പേയ്മെന്റ് കൊടുക്കണം, പൈസ കൊടുക്കണം. ഒരു സ്കൂളിൽ LKGയിൽ അഡ്മിഷൻ കിട്ടുകയാണെങ്കിൽ എത്ര രൂപ കൊടുക്കണം? ഒരു സ്റ്റേറ്റസ് സിമ്പിളാണ്. പേരൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഭയങ്കര പഠിപ്പിക്കലാണ് അവിടെ നിന്ന്. റൈറ്റേഴ്സ് സ്കൂൾ, അല്ലെങ്കിൽ ഷേക്സ്പിയർ സ്കൂൾ ഓഫ് ഇംഗ്ലീഷ്, അതല്ലെങ്കിൽ സെയിൻറ്റ് ആഗ്നസ് സ്കൂൾ ഓഫ് മാത്തമാറ്റിക്സ്, ഇങ്ങനെയൊക്കെയുള്ള പേര് കേൾക്കുമ്പോൾ നമ്മൾ ബ്രിട്ടീഷ്, നമുക്കിപ്പോഴും ഈ ഇംഗ്ലീഷ് ഭാഷയോടുള്ള വിധേയത്വം നമ്മൾ ഇതുവരെ അതിൽ നിന്ന് മാറിയിട്ടില്ല. ഡോൺ ബോസ്കോ സ്കൂൾ, അത് കഴിഞ്ഞിട്ടേ വേറെ സ്കൂളുള്ളൂ. ഇവിടെ എന്തുകൊണ്ട് ചിന്മയ വിദ്യാലയങ്ങളുണ്ട്, അതിനോടൊന്നും ആൾക്കാർക്കൊരു ഇതില്ല. ചിന്മയ വിദ്യാലയം എന്തെന്ന്, ചിന്മയ വിദ്യാലയം എന്ന് ചോദിക്കും. അല്ലെങ്കിൽ മന്നത്ത് പത്മനാഭൻ സ്കൂൾ, മന്നത്ത് പത്മനാഭൻ എന്ത് മന്നത്ത് പത്മനാഭൻ എന്ന് ചോദിക്കും. ഇവർ ഇന്ത്യയെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചൂഷണം ചെയ്യുന്ന അട്ടകളാണ്, ചോര കുടിക്കുന്ന പാരസൈറ്റ്സുകളാണ് ഇവർ. ഇവർ ചെയ്യണ മുഴുവൻ തെറ്റാണ്. ഈ നിയമം എത്ര ഏർലിയസ്റ്റ് ഗവൺമെൻറ് പാസ്സാക്കേണ്ടതാണ് പാർലമെൻറ്റിൽ. ഇത് സംയുക്ത പാർലമെൻ്ററി സമിതിക്ക് വിട്ടോട്ടൊന്നും ഒരു കാര്യമില്ല. ഈ നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടിയും അതുപോലെ DMK ഒക്കെ ഈ FCRA ബില്ലിന് എതിരാണ്. കാരണം അവർ ക്രിസ്ത്യൻ അപ്പീസ്മെൻറ്റിനാണ് അവർ ശ്രമിക്കുന്നത്. അത് മാത്രമല്ല, സ്റ്റാലിൻ്റെ മകൻ ഉദയനിധി സ്റ്റാലിൻ, അവൻ ക്രിസ്ത്യാനിയാവൻ, അവൻ കൺവേർട്ട് ചെയ്ത് ക്രിസ്ത്യനായി. അവന് ഹിന്ദുക്കളോട് ഭയങ്കര ദേഷ്യം. അവൻ്റെ ഭാര്യ ക്രിസ്ത്യാനിയാണ്, ഉദയനിധി സ്റ്റാലിൻ്റെ. ഇനിയിപ്പോൾ ഏക പ്രതീക്ഷ DMKയിൽ തമ്മിലടി ഉണ്ടാവുകയാണെങ്കിൽ അതിൽ ചിലപ്പോൾ ഹിന്ദുക്കൾക്ക് പ്രയോജനം കിട്ടുമായിരിക്കും. ഈ രാജ്യത്ത് സ്വന്തമായിട്ട് ബിഷപ്പും ആർച്ച് ബിഷപ്പും ഉള്ള ഒരു രാഷ്ട്രീയ പാർട്ടി DMK ആണ്. ബിഷപ്പ് സർഗുണം എന്ന് പറഞ്ഞ ഒരുത്തനുണ്ട്, അയാൾ മരിച്ചുപോയെന്ന് തോന്നുന്നു. ദുർഗുണനാണ് അയാൾ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരുള്ളപ്പോൾ BJP ഒരു ഹിന്ദുത്വ കോസിന് വേണ്ടി നിലനിൽക്കുന്ന പാർട്ടി ആണെന്നുണ്ടെങ്കിൽ BJP ചെയ്യേണ്ടിയിരുന്നത് ഇത് ഈ പാർലമെൻറ്റിൽ ലോക്സഭയിൽ അവതരിപ്പിച്ച് പാസ്സാക്കുക എന്നുള്ളതായിരുന്നു. അത് ചെയ്യാത്തിടത്തോളം കാലം ഇവർക്ക് ഇവർ ദുർബലന്മാരായിട്ട്, ഇവർ അമേരിക്കയുടെ ഭീഷണിക്ക് വഴങ്ങിയെന്നും അതുപോലെ ഈ കത്തനാരന്മാരെ എന്ന് കണ്ടപ്പോൾ പ്രധാനമന്ത്രി പേടിച്ചു പോയും എന്നുള്ളതാണ് ഇപ്പോൾ പൊതുവെ ഉള്ള വിശ്വാസം. അങ്ങനെ ഒരു ഇമേജ് ഉണ്ടാവാതിരിക്കാൻ എന്നെ പോലുള്ളവർക്ക് ആഗ്രഹിക്കണം. പിന്നെ
പള്ളിയിൽ അച്ഛനെയും പള്ളിയിലെ കപ്പ്യാരെയും പ്രധാനമന്ത്രി പേടിക്കുന്ന രാജ്യം ഉണ്ടാവോ? പ്രധാനമന്ത്രിയെ പേടിപ്പിക്കുന്ന രാജ്യം ഉണ്ടാവോ? അതൊരു പക്ഷേ ഇന്ത്യ ആയിരിക്കും. പ്രിയമുള്ളവരെ, മറ്റു മാധ്യമങ്ങൾ പറയാത്ത ഏറ്റവും പുതിയ വാർത്തകളും വിശകലനങ്ങളുമായിട്ടാണ് ഇന്ത്യ ലൈവ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. നമ്മുടെ ചാനൽ കാണണം, ഒരുപാട് പേരെ കാണിക്കണം, അവരോടൊക്കെ ചാനലിൻ്റെ വരിക്കാരാവാൻ പറയണം, സബ്സ്ക്രൈബ് ചെയ്യണം. ചെയ്യാത്ത ആളുകൾ ഉറപ്പായിട്ടും ചെയ്യണേ.